ടെക്നോയുടെ ടെക്നോ കാമോൺ 20 പ്രീമിയർ 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 30,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടെക്നോ കാമോൺ 20 പ്രീമിയർ 5G എന്ന ഫോണിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ ആദ്യം എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് ക്യാമറ നമുക്ക് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് 108 മെഗാ പിക്സലിലെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. സാധാരണ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് എന്ന് പറയുമ്പം 8 മെഗാ പിക്സൽ 13 മെഗാ പിക്സൽ അല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 50 മെഗാ പിക്സലൊക്കെയാണ് വരാറ്. എന്നാൽ ഈ ഒരു ഫോണിൽ 108 മെഗാ പിക്സലിലെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ആദ്യമായിട്ടാണ് 108 മെഗാ പിക്സലിലെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒക്കെ ക്യാമറയിൽ വരുന്നത്. പിന്നെ മെയിൻ ക്യാമറ സെൻസറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 50 മെഗാ പിക്സലിലെ f1.77 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് RGBW സെൻസറാണ്. പിന്നെ ഇതിൽ സെൻസർ ഷിഫ്റ്റ് OS പോലുള്ള ഫീച്ചേഴ്സൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. മൂന്നാമത് 2 മെഗാ പിക്സലിലെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഒരു ഡെപ്ത് സെൻസറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ബാക്കിൽ ഒരു റിംഗ് ഫ്ലാഷും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ പറ്റിയിട്ട് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ക്യാമറ ടെസ്റ്റിംഗ് ഒന്നും നടത്തിയിട്ടില്ല. അതൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു ഫോണിൽ 512 GB ഇൻറ്റേർണൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഇതിൻ്റെ കൂടെ 8 GB റാമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതാണ് എടുത്തു പറയേണ്ട ഫീച്ചേഴ്സിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വലിയ തരക്കേടില്ല എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ സെൽഫി ക്യാമറയുടെ കാര്യത്തിൽ 32 മെഗാ പിക്സലിൻ്റെ f2.45 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. പിന്നെ ഡിസ്പ്ലേ നമുക്ക് തരക്കേടില്ലാത്ത ഫീച്ചേഴ്സിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുണ്ട്. AMOLED ഡിസ്പ്ലേക്ക് ഇതിൽ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചോൾ ഡിസൈനൊക്കെ ഇതിൽ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. അപ്പോൾ തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സെൻസർ ഈ ഫോണിൽ വരുന്നുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 203 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 7.8 mm ആണ്. പിന്നെ ഈ ഫോണിൽ IP53 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഡാർക്ക് വെൽക്കിംഗ് അതുപോലെ തന്നെ സെറിനിറ്റി ബ്ലൂ എന്നീ 2 കളർ വേരിയൻസ് ആണ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് തരക്കേടില്ലാത്ത ഫീച്ചേഴ്സിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. mediatek dimensity 8050 എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ്. അപ്പോൾ തരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസ്സറും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും തരക്കേടില്ലാത്തൊരു പ്രോസസ്സർ തന്നെയാണ്. വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 8 GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഫോൺ പെട്ടെന്ന് നീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് VC ലിക്വിഡ് കൂളിംഗ് പോലുള്ള ഫീച്ചേഴ്സൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈ പോളിമർ ജെല്ലൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ വരുന്നുണ്ട്. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. Android 13 ബേസ് ആയിട്ടുള്ള iOS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററിയൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തരക്കേടില്ലാത്തൊരു ചാർജിങ് സ്പീഡാണ് എന്ന് പറയാവുന്നതാണ്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററി സെറ്റപ്പ് അല്ലെങ്കിലും തരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് തരക്കേടില്ലാത്ത ഫീച്ചേഴ്സിൻ്റെ ലിസ്റ്റിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിരാശപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഈ ഫോണിൽ അധികം നിരാശപ്പെടുത്തിയിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ വില വരുന്നത് 29,999 രൂപയാണ്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് 108 മെഗാ പിക്സലൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും തരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് തരക്കേടില്ലാത്ത ഫോണാണ് എന്നൊക്കെ പറയാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് 108 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ ഈ ഫോൺ നോക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെയും ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പല ഫോണിലും കേർഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. അതുപോലെ തന്നെ ഇതുപോലുള്ള ഫീച്ചേഴ്സ് പല ഫോണിലും വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആണ് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും 108 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒക്കെ വേണമെങ്കിൽ ഈ ഫോൺ നോക്കാവുന്നതാണ്. എന്തായാലും ടെക്നോ കാമോൺ 20 പ്രീമിയർ 5G എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ടെക്നോ കാമോൺ 20 Pro 5G എന്ന സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ 20,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഫോണിൻ്റെ പ്രൈസിങ് കണ്ടപ്പം ഈ ഒരു ഫോണിൻ്റെ വില ഒരു 25,000 രൂപയ്ക്ക് താഴെ വരുമെന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും സംഭവിച്ചിട്ടില്ല. 30,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.